നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായ റെസിപ്പി ആയിട്ടാണ്. നോമ്പ് തുറക്കൊക്കെ എല്ലാവരെയും വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഉന്നക്കായ. അപ്പോൾ നമുക്ക് കൈയൊന്നും പൊള്ളാതെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ കാണുന്ന ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വീട്ടിലുണ്ടായ നേന്ത്രപ്പഴം ആയതുകൊണ്ട് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാനൊരു 5 എണ്ണം എടുത്തിരിക്കുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടിനിടയിലുള്ള പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉന്നക്കായ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നടുവേ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ചെറിയ കറുപ്പ് അതിൻ്റെ അരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കുക. ഞാൻ എടുത്ത നേന്ത്രപ്പഴത്തിന് അതിൻ്റെ അകത്ത് അതിൻ്റെ അരിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ സൈഡിലൊന്ന് വരയിട്ടിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പഴം ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ആവിക്ക് വെച്ച് വേവിക്കുകയാണ്. അതിന് പകരം നിങ്ങൾക്ക് ആവിക്ക് വെച്ചിട്ട് നമ്മൾ പഴം പുഴുങ്ങാറുണ്ടല്ലോ, ആവിക്ക് വെച്ച് പുഴുങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ പൊള്ളും. അതിന് പകരമാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആവിക്ക് വെച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്കിത് വെന്ത് കിട്ടുന്ന സമയം വളരെ കുറവ് മാത്രമേ വേണ്ടി വരൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ അകത്തുള്ള കറുപ്പൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാ പഴവും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ട്രേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴമൊക്കെ നമുക്ക് അതിലോട്ട് വെച്ച് കൊടുക്കാം. പഴമൊക്കെ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് വെച്ച് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതിനൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. നെയ്യൊന്ന് മെൽട്ടായി വരുമ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യും തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പും നമ്മുടെ കിസ്മിസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നെയ്യ് ഒന്ന് മെൽട്ടാവുന്ന സമയത്ത് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങയും നെയ്യും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ആണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം കുറച്ച് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്കിതിൻ്റെ വേവ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്കിതൊരു തവി വെച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ തവി വെച്ചനെ ഉടച്ചെടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. അപ്പോൾ തവി വെച്ചിട്ട് ഒന്ന് നമുക്ക് ഉടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് പോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കാറില്ല അതുപോലെ. അപ്പോൾ കൈക്ക് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു കയ്യിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയെടുക്കുക. എന്നിട്ട് ചെറിയൊരു ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ഉരുള പോലെ ഒന്ന് ഉരുട്ടിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നേരെ രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നേരെ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഫില്ലിങ്ങും അതിനനുസരിച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉന്നക്കായ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുക്കുമ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അത് ഞാൻ ഒരു സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പഴത്തിൻ്റെ മാവ് നന്നായിട്ട് പരത്തിയെടുക്കുക ഇതുപോലെ. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ ഫില്ലിങ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പുറത്തൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായി പഴുത്ത പഴമാണെങ്കിൽ നമുക്കിതുപോലെ കവർ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, കാരണം കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. നമ്മൾ കവർ ചെയ്തെടുത്തിട്ട് നമ്മൾ എണ്ണയിൽ ഇടുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് പുറത്തേക്ക് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ അധികം പഴുക്കാത്ത പഴം എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൂർപ്പിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഒന്നാമത്തെ ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങനെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്നത് കരിഞ്ഞു പോകും. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾ എടുക്കുന്ന പാന് കുഴിയുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരുമിച്ച് ഇടാമെന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ പരന്നൊരു പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഉന്നക്കായ നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു കളറെന്ന് പറയുന്നത് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ കുഴിയുള്ളതാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുഴിയുള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം തന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പഴമൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മലബാറിൻ്റെ സ്പെഷ്യൽ ഡിഷായ ഉന്നക്കായ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.